ഗായ്സ്, അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്നെല്ലാം പറയുമ്പോൾ എല്ലാവരും കുറേയൊന്നും അങ്ങ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അത്ര വലിയ ട്രാവലൊന്നുമല്ല. എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ശ്യാമേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക്, അതായത് തോട്ടട ടു പഴയങ്ങാടി. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ എനിക്ക് അപ്പം വിശക്കുന്നുണ്ട്. നമ്മളൊരു സാൻഡ്വിച്ചിന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കലാണ്. അപ്പോൾ ശ്യാമേട്ടൻ വാവ കരഞ്ഞുകൊണ്ട് വാവേനെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ കുറച്ച് നേരം കാറ്റെല്ലാം കൊള്ളിച്ചു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിനി. ബാബു ചുടിക്കാം. എന്തിനാ കാത്തിക്കുന്നേ? സാൻഡ്വിച്ച്. ഓഹോ. ഇപ്പം നമ്മളുള്ളത് എവിടെയാട്ടെ സ്ഥലത്തെന്ന് പറയല്? പയ്യാമ്പലം ബീച്ചിൻ്റെ SN പാർക്ക്. പയ്യാമ്പലം ബീച്ചിൻ്റെ കുറച്ചടുത്ത്. നമുക്ക് ഭയങ്കര വിശപ്പ്. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പം വിശക്കുവേ. എന്നിട്ട് നമ്മൾ സാൻഡ്വിച്ച് തിന്നാന്ന് വിചാരിച്ചിട്ട് SN പാർക്കിൽ സീതാപാനീൻ്റെ അടുക്ക പുതിയ ഷോപ്പാ ഈറ്റ്സ് ബേ എന്ന് പറയുന്ന സ്ഥലത്ത് കാത്തുക്കലാണ്. കുറേ നേരമായി ഗൈസ്, ഭയങ്കര വിശപ്പ്. പിന്നെ എല്ലാത്തിനും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണല്ലോ. വരട്ടെ സാധനം വരട്ടെ. കുറേ നേരമായി ഞാൻ നോക്കിയേക്കാം. നല്ല മോക്ക് വരെ മതിയായി. കിടപ്പ് കണ്ടാവോ? മണിക്കിന് കഞ്ഞി എടുക്കട്ടെ മണിക്ക. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സാധനം വന്നു. വലിയ ടൈമൊന്നും എടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് വിശന്നുകൊണ്ട് അങ്ങനെ തോന്നിയതാണ് കേട്ടോ. നമ്മൾ ശ്രീചന്ദ് ആശുപത്രിൻ്റെ ഇടയ്ക്ക് എത്തി. പക്ഷെ ഭയങ്കര വിശപ്പ്. അവിടെ നമ്മൾ സാധനം കിട്ടിയിട്ടാകുമ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ട്രാഫിക്കെല്ലാം കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ശ്രീചന്ദിൻ്റെ സൈഡിൽ നിന്ന് നിർത്തിയിട്ട് തിന്നാൻ പോകുന്നതാണ്. ശ്യാംബാബു പൊളിക്കുന്നതാണ്. എന്തൊരാവേശം! ആഹാ. ശ്യാമേട്ടൻ്റെ ഗൗരവം കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട ഞാൻ ശ്യാമേട്ടനെ പേടിപ്പിച്ചിട്ട് ജയിപ്പിക്കുന്നതാണ്. ശ്യാമേട്ടൻ അത് തുറന്നിട്ട് വേഗം തിന്നാനുള്ള ഒരു ആക്രാന്തത്തിലാണ്. അങ്ങനെ ആടെ നതെല്ലാം തിന്നിട്ട് നമ്മൾ ബേക്സിൽ പോയി ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. സ്പെഷ്യലായിട്ട് എന്തോ ഒരു സാധനം വാങ്ങിയെന്ന് ശ്യാമേട്ടൻ പറഞ്ഞ്. അതെന്നാന്ന് പറഞ്ഞിട്ടില്ല, വീട്ടിൽ പോയിട്ട് നോക്കാം. അങ്ങനെ നമ്മളിപ്പം അലവിൽ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാപ്പ കുടിക്കുന്നതാണ്. ഭയങ്കര ബോറടിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെയാണ് നിർത്തിയത്? ബേക്സ് ആൻഡ് കഫേ. എവിടെയിരുന്ന സ്ഥലം? ഒറ്റത്ത് വെച്ചാല് ഒറ്റത്തെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത്. അതായത് ഈ അലവിൽ വഴി നമ്മൾ പുതിയൊരു എവിടെയാണ്? വളപട്ടണത്തല്ലേ? വളപട്ടണത്ത് എത്തുന്ന ആ റോഡിനുള്ള ബേക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കുറച്ച് സാധനമെല്ലാം വാങ്ങിനി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം വേഗം പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര വണ്ടിയാണ് മുന്നിലെല്ലാം, അതുകൊണ്ട് വേഗം പോകാൻ പറ്റുന്നില്ല. ഈ വലതുവശത്ത് കാണുന്ന അമ്പലമാണ് കളരിവാതുക്കൽ അമ്പലം. ഇവിടെയാണ് മലബാറിൽ തെയ്യം അവസാനിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെങ്ങാനും ഒരു പ്രാവശ്യം പോയതേ ഉള്ളൂ. പിന്നെ പോയിട്ടേ ഇല്ല. ഇപ്പം നമ്മൾ ഇത് വളപട്ടണം തെറ്റിയിരിക്കുന്നു. അടുത്തത് വളപട്ടണം പാലം. ഇതാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള സ്ഥലം കേട്ടോ. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പുതിയതൊരു ടു വളപട്ടണം. പിന്നെ നമ്മൾ പഴയങ്ങാടി റോഡ് കയറും. പിന്നെ എൻ്റെ നാട്ടിലേക്കുള്ള റോഡ് കയറിയാൽ വളരെ നല്ല റോഡും വളരെ നല്ല ബ്ലോക്കില്ലാത്ത സ്ഥലവുമാണ്. അതെല്ലാം നമുക്ക് കാണാം. എന്താ നിങ്ങൾക്ക് പറയാനൊന്നുമില്ലേ? അങ്ങനെ നമ്മൾ വളരെ വലിയ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് ഗായ്സ്. ഇനി നമ്മൾ ഇഴഞ്ഞു നീങ്ങാം. ഇപ്പം സമയം എന്ന് പറയുന്നത് 7:27. അങ്ങനെ നമ്മൾ ഇഴഞ്ഞ് നീങ്ങുകയാണ് ഗായ്സ്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നീങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ എൻ്റെ അമ്മോ എത്ര നേരം എടുക്കും അറിയുമോ? ഇവിടുന്ന് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ചിലപ്പം 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ എടുക്കും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. വലിയ ബ്ലോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇതാണ് കേട്ടോ വളപട്ടണം പാലം. ഏട്ടാ ഇതിന് എത്ര കാലമായി? ഇതിന് പഴക്കമുണ്ട്? കറക്റ്റ് അറിയില്ല, എന്തായാലും നല്ല പഴക്കമുണ്ട്. ശ്യാമേട്ടനേക്കാളും പഴക്കമുണ്ട് എന്തായാലും, ഇല്ലേ? അവസരത്തിൽ ശ്യാംബാബുവിന് എന്നോട് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയും ഗൈസ്. അയ്യോ പാവം ശ്യാംബാബുവിന് ഭയങ്കര ക്ഷീണമാണ് ഗായ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏഴോം എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര പ്രകൃതി രമണീയമാണ് അല്ലേ ശ്യാംബാബു? പക്ഷേ ഇന്ന് രാത്രി ആയതുകൊണ്ട് ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. അല്ലെങ്കിൽ നല്ല പുഴയും കൈപ്പാടും
കൃഷിയും എല്ലാം കാണിച്ചു തരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. ഭർത്താവിനെ പോലെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഭർത്താവും ഇല്ല. കണ്ട കോപ്പറേഷൻ കണ്ടോ? ആ ഇടതുവശത്ത് കാണുന്ന ഇതുണ്ടാ, ഇതാണ് ബാർ. ആ സിവില്. എനിക്ക് സിവിലും ബാറും തമ്മിൽ വ്യത്യാസം അറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ശ്യാമേട്ടൻ എനിക്ക് സിവിലിൻ്റെയും ബാറിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരുമെന്ന്. സിവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂ നിന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോയിട്ടെല്ലാം കുടിക്കേണ്ടി വരും. ബാർ എന്ന് പറഞ്ഞാൽ അവരെന്നെ നല്ല സ്ഥലവും പിന്നെ തിന്നേണ്ടതും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് ശ്യാമേട്ടൻ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ പാപ്പനശ്ശേരി എത്തി. ഇതാണ് 3 പെറ്റുമ്മ, അല്ലെങ്കിൽ പിന്നെ എന്നാണ് ഇപ്പോൾ കാട്ടിലെ പള്ളി എന്ന് പറയുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും പോകുന്ന ഉത്സവമാണ് കാട്ടിലെ പള്ളി ഉത്സവം. കുറേ ആനയെല്ലാം വരുന്ന കണ്ണൂരിലെ ഒരു ഉത്സവമാണ് ചെറുകുന്നമ്പലത്തിലെ ഉത്സവം കേട്ടോ. ഇതാണ് ചെറുകുന്നമ്പലത്തിൻ്റെ കവാടം. ഇവിടുന്ന് കുറേ അങ്ങോട്ട് ഉള്ളോട്ട് പോകണം. ആ കവാടത്തിൻ്റെ ഉള്ളിലേക്കടാ കുറേ ഉള്ളോട്ട് പോകണം. അതുപോലെ ഈ റോഡിൻ്റെ ഈ അറ്റം വരെ ചന്തയുണ്ടാവും. അന്നേരം കുറേ എന്തെല്ലോ വാങ്ങാൻ പറ്റും. നമ്മളെല്ലാം അന്നേരം ഇവിടെ വന്നിട്ട് കമ്മലെല്ലാം വാങ്ങലിടുന്നു. നല്ല രസമാണ്. നമ്മളിനി താവത്തെത്താനായി, അതായത് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തെത്താനായി. താവെന്ന് പറഞ്ഞാൽ താവത്തൊരു സിവിലുണ്ട് ഇല്ലേ? താവത്ത് സിവിലുമുണ്ട്, തൊട്ടപ്പുറം പാലത്തിൻ്റെ അപ്പുറം ബാറുമുണ്ട്. ശ്യാമേട്ടന് ഇതൊന്നും അറിയില്ല കേട്ടോ. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം. ശ്യാമേട്ടന് സിവിലിനെ പറ്റിയിട്ടും ബാറിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അല്ലേ ഗൈസ്? അതെ. ഈ ആംബുലൻസിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ടെൻഷനാണ്, ആംബുലൻസിനെ കാണുമ്പോൾ നമുക്ക് ടെൻഷനാണ് അല്ലേ? അതെ കേട്ടോ. ബാറ് ഞാൻ മറ്റേ താവം പാലത്തിനപ്പുറത്ത് ബാറുണ്ടെന്ന്. ഇതാണ് താവം പാലം. ഈ പാലത്തിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ ഡേ ടൈം ആണെങ്കിൽ നമുക്ക് മാടായിപ്പാറ കാണാൻ പറ്റും. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇരുട്ടാണല്ലോ, അതുകൊണ്ടൊന്നും കാണുന്നില്ല. ഏഴോം റോഡ് കയറി, പഴയങ്ങാടിന്ന് ഏഴോം റോഡ് കയറി. ഇതെല്ലാം ശരിക്കും രാവിലെ കണ്ടാലേ നിങ്ങൾ ഞെട്ടും, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. അതായത് ഈ റൈറ്റ് സൈഡിന് കാണുന്നത് പുഴയാണ്. ഈ പുഴ, അതായത് പഴയങ്ങാടി പുഴ. ഈ പുഴയിൽ വള്ളംകളിയെല്ലാം നടക്കലുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലം നടന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിങ്ങനെ ഇവിടെ ഇരിക്കേണ്ട കുറേ സ്ഥലമെല്ലാം ഉണ്ട്. വൈകുന്നേരം എല്ലാം ഇട വന്നിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഞാൻ ഇന്നവരെ ഇരുന്നിട്ടില്ല, എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ട, ഇത് കണ്ടൽക്കാടാണ് കേട്ടോ. കല്ലേൻ പൊക്കുടൻ എന്ന് കേട്ടിട്ടില്ലേ? കണ്ടൽക്കാടെല്ലാം തിരിയുന്നുണ്ടാമോ? അപ്പുറം കണ്ട. രാവിലെ നാളെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുന്ന കാണിച്ചിടാം. കണ്ടൽക്കാട് എന്ന് വെച്ചാൽ അതായത് നമ്മളെ വെള്ളത്തിന് സംഭരിച്ച് വെക്കും. അതായത് ഇങ്ങനെ വെള്ളപ്പൊക്കമല്ല, ഇങ്ങനെ മണ്ണിടിച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇല്ലേ, അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് മണ്ണിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ കണ്ടൽക്കാട് സഹായിക്കും. അതിന് അങ്ങനെ ഒരുപാട് കണ്ടൽക്കാടുകൾ നട്ട് വളർത്തിയ ആളാണ് കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. പോകുന്ന വഴിക്കാണ് കല്ലേൻ പൊക്കുടൻ്റെ വീട്. അതുപോലെ എന്താ പറയണ്ടേ, അവരെ എന്താ പറയാ ശവകുടീരം. കല്ലേൻ പൊക്കുടൻ്റെയും ഭാര്യൻ്റെയും ശവകുടീരവും നമ്മൾ പോകുന്ന വഴിക്കാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇത് ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന എന്തോ ഒരു സംഭവമാണ്. വള്ളംകളി കാണുമ്പോൾ നടക്കാനുള്ള ഗാലറിയ പോലും. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ പിന്നെ അറിയാത്ത പോലെ ഒന്നും. ഞാൻ എൻ്റെ മുന്നേയുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടില്ലേ, ചെമ്മീനെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അത് ഈ സാധനത്തിൻ്റെ അപ്പുറത്താണ് കേട്ടോ. അതൊന്നും കാണുന്നില്ല ഇപ്പം രാത്രി ആയതുകൊണ്ട്. ഞാൻ രാവിലെ ഇതുവഴി തന്നെ വരുന്നതാണെങ്കിൽ എല്ലാം വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അവിടെ നിന്നൊരു എന്തോ ക്ലബിൻ്റെ മീറ്റിംഗ് നടക്കുന്നായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോയി നമ്മൾ കൊണ്ടുപോയ സാധനമാണ് ഇത്. ഇതാ സ്പെഷ്യൽ ബേക്സ് എന്ന് ശ്യാമേട്ടൻ വാങ്ങിയ കിളിക്കൂട്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു. ശ്യാമേട്ടൻ വെച്ചടിച്ച് തിന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. എല്ലാവരും ഉറങ്ങാൻ കിടന്നു, പക്ഷെ ഉറങ്ങിയിട്ടില്ല. ഞാനും എൻ്റെ മോളും രാവിലെ 2 മണിക്ക്, പുലർച്ചെ 2 മണിക്കാണ് ഉറങ്ങിയത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.